ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു അവരോട് പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിനാശകാലേ വിപരീത ബുദ്ധി എന്നതിനെക്കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായം 24-ാം തിരുലിഖിതം, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകൻ എന്നത്രേ. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകൻ എന്നത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികളുടെ ആത്മീയത നശിപ്പിച്ച് കളയുന്ന ഒരു വലിയ തിന്മയാണ് മേൽ കീഴ് ചിന്തയില്ലാതെ, ആരോടാണ് എന്താണ് എന്ന് വകഭേദമില്ലാതെ, നിയന്ത്രണമില്ലാത്ത സംസാരം, നിയന്ത്രണമില്ലാത്ത പരിഹാസം. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. യേശുവിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ നിന്നും മുള്ളുകളെയും മുൾച്ചെറി ദഹിപ്പിച്ചാമ്പലാക്കുന്ന വിടുതലിൻ്റെ ആത്മാവ്, വിടുതലിൻ്റെ ആത്മാവ് ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ. കാലങ്ങളായി പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പുച്ഛത്തിൻ്റെയും പാപബന്ധനത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ അരുവികളും ദഹിപ്പിക്കുന്ന ആത്മാവ്. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുലിഖിതം, ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവിടുത്തെ പരിശുദ്ധ ജ്വാലയായും നിങ്ങളുടെ മേൽ കത്തിപ്പടരും. ഒറ്റ ദിവസം കൊണ്ട് കത്തിജ്വലിച്ച് അവനിലെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് ചാമ്പലാക്കും. ഈ ഒരു അഗ്നിയുടെ അഭിഷേകം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. വിടുതലിനാത്മാവേ നിറയണമേ. അഭിഷേകമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ, കത്തിപ്പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ ഈ അഭിഷേകമേ, ഈ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഈ അഭിഷേകമേ, ഈ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സമൂഹങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് കാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും അന്ധകാരത്തിന്റെയും പൈശാചിക അരൂപികൾ കൂട്ടത്തോടെ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.
ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നത്രേ. അവൻ ആരെയും കൂസാതെ ഗർവോടെ സംസാരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിലുള്ള ദൈവികമായ ചൈതന്യം നശിപ്പിച്ചു കളയുന്ന ഒരു തിന്മയാണ് ദൈവികമായ അഭിഷേകം പ്രാപിച്ചവരെ ദുഷിച്ച് സംസാരിക്കുക, മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുവഴി എനിക്കും നിങ്ങൾക്കും കനത്ത ആത്മീയ നാശം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. ഹല്ലേലൂയ. എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യേക കൃപ ലഭിക്കും. ആ കൃപയുടെ പേരാണ് വകതിരിവിൻ്റെ കൃപ. ഹല്ലേലൂയ. ആരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ആത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. നമ്മൾ എത്ര പഠിപ്പുള്ളവരാണെങ്കിലും എത്ര ഉയർച്ചയുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വകതിരിവ്, ഒരു തിരിച്ചറിവിൻ്റെ അഭിഷേകം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിക്കണം. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അച്ഛൻ ഫോണിൽ വിളിച്ചു. ആ വ്യക്തി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു തിരക്കിലാണ്. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ ഇടവന്നു. അപ്പോൾ ആ വ്യക്തി വന്നപ്പോൾ ആ വ്യക്തി ആദ്യമേ അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ മുഖാന്തിരം അച്ഛന് കുറേ വിഷമങ്ങൾ വരുന്നുണ്ടല്ലേ, ഞാൻ സമയത്ത് വരാത്തത് കൊണ്ട് അച്ഛന് വല്ല വിഷമോ വേദന ഉണ്ടായോ, എന്തെങ്കിലും വിഷമോ വേദന ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റ് കാര്യങ്ങളുടെ സംസാരം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ചിന്തിച്ച്, എത്രയോ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമാണ് ആ എളിയ ദൈവ പൈതലിൽ വ്യാപരിക്കുന്നത്. വലിയ പക്വതയും വലിയ നരച്ച മുടിയൊന്നും ഇല്ലാത്തൊരു വ്യക്തി, ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സംസാര രീതി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവാത്മ അഭിഷേകത്തിൻ്റെ ഒരു വഴി, ഒരു രീതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് അനേകം വ്യക്തികൾ വൈദികരോടും സമർപ്പിതരോടും തിരുസഭയിലെ മേലധികാരികളോടും ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അവരെക്കുറിച്ച് വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴെല്ലാം വളരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതായി ഇന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ദൈവവചനപ്രകാരം മനസ്സിലാക്കണം. ആദ്യം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളോട് പറയുകയാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദേശത്ത് വളരെ തിന്മയിലും പാപത്തിലും മുഴുകി ജീവിച്ച ഒരു വൈദികനുണ്ടായിരുന്നു. ആ വൈദികൻ സത്യം പറഞ്ഞാൽ വേറൊരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ ദേശത്തുള്ള എല്ലാവരും ആ വൈദികനെ കുറ്റം പറയുകയാണ്. ആ ദേശത്തുള്ള എല്ലാവരും ആ വൈദികനെ വെറുക്കുകയാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ഈ കാര്യത്തെക്കുറിച്ച് കേട്ട്, അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നെഗറ്റീവായി പറയാം, ഉള്ള കാര്യമല്ലേ പറയുന്നതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം. പക്ഷേ അസീസി പുണ്യവാളനിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഒരു വകതിരിവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ചിന്തിച്ച്, ഞാൻ വൈദികനെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഞാൻ ഒരു വൈദികൻ തെറ്റിലിരിക്കുന്നതിനെ കുറിച്ച് അറിയുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഒരു വകതിരിവ് അസീസി പുണ്യവാളനുണ്ടായിരുന്നു. അദ്ദേഹം ആ വൈദികൻ്റെ അടുത്തേക്ക് ഒരു ദിവസം കടന്നു ചെന്നു. ആ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആ കരങ്ങൾ പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ആളുകൾ അച്ഛനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഈ കരങ്ങൾ ഞാനൊന്ന് ചുംബിക്കുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട കരങ്ങളാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ആ വൈദികൻ്റെ കരങ്ങൾ പിടിച്ച് ചുംബിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഗറ്റീവായിട്ടൊരു വാക്ക് പോലും ആ അസീസി പുണ്യവാളൻ ആ വൈദികനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു ഉപദേശം പോലും കൊടുത്തില്ല. പിന്നെയോ
പരിശുദ്ധാത്മാവിൻ്റെ ഒരു വകതിരിവോടെ പെരുമാറി. എന്താ ഉണ്ടായ വ്യത്യാസം? ആ വൈദികൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു മാനസാന്തരത്തിൻ്റെ അഭിഷേകം ഉണ്ടായി. അദ്ദേഹത്തിന് അനുതാപത്തിൻ്റെ കൃപ നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ആ സമയത്ത്, ആ വകതിരിവോടെ ഇടപെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരുപാട് കൃപകൾ നഷ്ടപ്പെട്ടു പോകാൻ തക്കവണ്ണമുള്ള ഒരു മേഖലയായി ഇത് മാറിയിട്ടില്ലേ? സമർപ്പിതരെക്കുറിച്ചും വൈദികരെക്കുറിച്ചും ദുഷിച്ച് സംസാരിക്കുന്ന രീതികൾ, വകതിരിവില്ലാത്ത പെരുമാറ്റ രീതികൾ, വകതിരിവില്ലാത്ത സംസാര രീതികൾ, അത് കോൺവെന്റിലാണെങ്കിലും പള്ളിമുറികളാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്വീകരണ മുറികളാണെങ്കിലും ഭക്ഷണശാലകളാണെങ്കിലും കല്യാണ വീടുകളിലാണെങ്കിലും മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നിടത്തോ വൈദികർ ഒരുമിച്ച് കൂടുന്നിടത്തോ സിസ്റ്റർമാർ ഒരുമിച്ച് കൂടുന്നിടത്തോ ദൈവത്തിൻ്റെ കൃപ നശിപ്പിക്കപ്പെടാൻ തക്കവണ്ണം വകതിരിവില്ലാത്ത ഒരു സംസാര രീതിയായി സമർപ്പിതരെക്കുറിച്ചും തിരുസഭാധികാരികളെക്കുറിച്ചും ദൈവത്തിൻ്റെ മനുഷ്യരെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാറിപ്പോയിട്ടില്ല എന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവവചനം നമുക്ക് വ്യക്തമായ ചില മാർഗരീതികൾ തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുലിഖിതങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നീ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്, കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുവീൻ. ഇത് ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലുമുള്ള സകല ജനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവികമായൊരു ജീവിത രീതിയാണ്. നിന്റെ ദേശത്ത് നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് പാർട്ടിയിൽപ്പെട്ടവനായാലും, ഏത് ജീവിതാനുസരിക്കുന്ന വ്യക്തിയാണെങ്കിലും, വൈദികനാകട്ടെ, സമർപ്പിതയാകട്ടെ, സിസ്റ്ററാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, ഉദ്യോഗസ്ഥനാകട്ടെ, ആരുമാകട്ടെ, ലോകത്തുള്ള സകല ജനതതികൾക്കും വേണ്ടി ഇതാ ദൈവം തൻ്റെ ആത്മാവിനാൽ ഒരു രീതി ദൈവവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവുള്ളവൻ ഇത് സ്വീകരിക്കും. വചനം പഠിപ്പിക്കുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ബഹുമാനിക്കുക, അവിടുത്തെ പുരോഹിതന്മാരെ നീ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്, കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുവീൻ. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സകല ജനതതികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു രീതി ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും പുരോഹിതനെ തുറന്ന മനസ്സോടെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പുരോഹിതൻ എന്ന് പറയുമ്പോൾ സമർപ്പിതരും വചനപ്രഘോഷകരും അങ്ങനെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങനെ കരുതണം. ഹല്ലേലൂയ. നമുക്കവരെ ദുഷിച്ച് പറയാൻ ദൈവമായ കർത്താവ് അനുവാദം തരുന്നില്ല. നമ്മളോട് വചനം കൽപ്പിക്കുന്നത് അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഒരു ദേശത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആ ദേശം വിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആ ദേശത്ത് നിന്ന് അറ്റുപോയാൽ, ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അറ്റുപോയാൽ, സൊദോം ഗൊമോറ പോലെ നശിപ്പിക്കപ്പെടാൻ വേണ്ടി ആ കുടുംബം ഒഴിഞ്ഞു വെക്കപ്പെട്ടാൽ, ആ കുടുംബത്തിൽ, ആ ദേശത്ത്, ആ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം പഠിപ്പിക്കുന്നത്. ഇത് ജെറൂസലം ദേശം മുഴുവനും അഗ്നിക്കിരയാക്കപ്പെടുന്നതിന് മുമ്പ് ആ ദേശത്ത് നടന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ ജെറൂസലം ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അത് ചുട്ടു ചാമ്പലാക്കപ്പെട്ടു. അത് ചാരക്കൂമ്പാരമായി മാറി. അപ്പോൾ ചാരക്കൂമ്പാരമായി മാറുന്നതിന് മുമ്പ് ജെറൂസലം പട്ടണത്തിൽ അനേക തിന്മകളുണ്ടായിരുന്നതിൽ ഒരു തിന്മ എന്താണെന്ന് വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യം പഠിപ്പിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ആ നാട്ടിൽ ലഭിച്ചിട്ടില്ല. പുരോഹിതന്മാർക്കുള്ള ബഹുമാനവും ശ്രേഷ്ഠന്മാർക്കുള്ള പരിഗണനയും ആ നാട്ടിൽ നിന്ന് നിഷ്ക്രമിച്ചു പോയി. ആ നാടിൻ്റെ അന്ത്യകാലത്ത് ആ നാട്ടിലുണ്ടായ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. അവിടെ പുരോഹിതന്മാർക്ക് ബഹുമാനമോ ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയോ ഇല്ലാത്ത വിധം ആ നാട് നശിച്ചു പോയി. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 23-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ. ഇതാ ഒരു വലിയൊരു വിചാരണ സംഘമാണ് അവിടെ. ഒരു ന്യായാധിപ സംഘം അവിടെ ഇരിക്കുകയാണ്. പ്രധാന പുരോഹിതനുണ്ട്, മറ്റ് വിചാരണക്കാരുണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പൗലോസ് ശ്ലീഹായെ വിചാരണ ചെയ്യുകയാണ്. പൗലോസ് ശ്ലീഹായെ വിചാരണ ചെയ്യുന്ന സമയത്ത് അനീതിയോടും ദുഷ്ടലാക്കോടും കൂടെ അവിടെ ഇരുന്ന പ്രധാന പുരോഹിതൻ ചില നടപടിക്രമങ്ങൾ എടുത്തു. ഉടനെ പൗലോസ് ശ്ലീഹയ്ക്ക് അത് അനീതിപരമാണെന്ന് 100% ബോധ്യമായി. അനീതിപരമാണെന്ന് ബോധ്യമായപ്പോൾ പൗലോസ് ശ്ലീഹ എടുത്തടിച്ച പോലെ സംസാരിക്കാൻ തുടങ്ങി. അതാണ് അപ്പോസ്തല പ്രവർത്തനം 23-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു, വെള്ളപൂശിയ മതിലേ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു. എന്നെ നിയമാനുസൃതം വിധിക്കാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് നീ നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ കൽപ്പിക്കുന്നുവോ? അവിടെ ഉണ്ടായിരുന്ന പ്രധാന പുരോഹിതനോട് പൗലോസ് ശ്ലീഹ വളരെ ഷാർപ്പായി സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. വെള്ളപൂശിയ മതിലേ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു. എന്നെ നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് നിയമവിരുദ്ധമായി നീ എന്നെ പ്രഹരിക്കാൻ കൽപ്പിക്കുന്നുവോ? ഇത് പറഞ്ഞു തീർന്നതും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാള് പൗലോസ് ശ്ലീഹയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്തി. അതാണ് 4-ാമത്തെ വാക്യം. അടുത്തു നിന്നവർ ചോദിച്ചു, ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ നീ ഇങ്ങനെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണോ? ഉടനെ തന്നെ പൗലോസ് ശ്ലീഹയിൽ നടന്ന പരിശുദ്ധാത്മാവ് ഉള്ള സത്യം തുറന്നു പറയുകയാണ്. അതാണ് അടുത്ത വാക്യം. പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ ദുഷിച്ച് സംസാരിക്കരുത്. വകതിരിവിൻ്റെ ആത്മാവുണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് ശ്ലീഹയ്ക്ക് പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തിയെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടി. താൻ ചെയ്തത് ശരിയായില്ല. കാര്യം, അവിടെ ഇരുന്ന പ്രധാന പുരോഹിതൻ തെറ്റാണ് ചെയ്തതെങ്കിലും, അവിടെ ഇരുന്ന പ്രധാന പുരോഹിതൻ അനീതിയാണ് പ്രവർത്തിച്ചതെങ്കിലും, അവിടെ ഇരുന്ന പ്രധാന പുരോഹിതൻ ക്രമം വിട്ടാണ് പ്രവർത്തിച്ചതെങ്കിലും, അദ്ദേഹം ഒരു പ്രധാന പുരോഹിതനാണെന്നും ദൈവത്തിൻ്റെ പൗരോഹിത്യമുള്ള ഒരു വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞത് എന്താ? അയ്യോ എൻ്റെ സഹോദരന്മാരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച്. അപ്പം തന്നെ പൗലോസ് ശ്ലീഹ സ്റ്റോപ്പ് ചെയ്തു സംസാരം. പിന്നെ വകതിരിവോടെ പെരുമാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവവചനം അറിയുന്നവരും ദൈവവചനത്തിന് ആത്മാവുള്ളവരും ഒരു കാര്യം ചിലപ്പോൾ അറിയാതെ പറഞ്ഞാൽ തന്നെ അറിയുമ്പോൾ തന്നെ അപ്പം തന്നെ തെറ്റിതിരുത്തി അത് വകതിരിവോടെയുള്ള പ്രവർത്തനത്തിലേക്ക് മടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ കോൺവെൻറ്റിലെ സുപ്പീരിയർ, ഒരുപക്ഷെ നമ്മുടെ ഫൊറോനയിലെ ഫൊറോന വികാരി അച്ഛൻ, ഒരുപക്ഷെ നമ്മുടെ രൂപതയിലെ രൂപതാധികാരി, ഒരുപക്ഷെ നമ്മുടെ ഇടയിലുള്ള സീനിയർ അച്ഛന്മാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ ജൂനിയേഴ്സ് അല്ലെങ്കിൽ അതിന് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവർ ഇതുപോലെ ഷാർപ്പായി സംസാരിക്കുന്നത് സത്യത്തിൽ ദൈവികമായ ആ ഒരു സംവിധാനത്തെ, ആ ഒരു ഒരു വകതിരിവില്ലാത്ത പെരുമാറ്റമാണെന്ന് പരിശുദ്ധാത്മാവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ലിഖിതം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരെ ബഹുമാനിക്കണം. ഇത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം മുഴുകിയിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം. അവരെ ബഹുമാനത്തിന് അർഹരായി വകതിരിവോടെ നമ്മൾ കാണണം. എന്നിട്ട് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. തിരുസഭയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും, പ്രത്യേകിച്ച് സീനിയേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഹല്ലേലൂയ. വൈദികരെ നമ്മൾ ബഹുമാനിക്കണം. ഒരു വൈദികൻ നമ്മൾ കടയിലിരിക്കുമ്പോൾ വൈദികൻ കടയിലേക്ക് വന്നാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. നമ്മൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു സിസ്റ്ററോ ഒരു വൈദികനോ വഴിയെ നമ്മളെ സമീപിച്ചാൽ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം. തലേക്കെട്ട് കെട്ടി നിൽക്കുകയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഒരു വൈദികനോ സിസ്റ്ററോ ആ വഴിക്ക് വരികയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് തലേക്കെട്ട് അഴിച്ച് നമ്മളെ റെസ്പെക്ട് നമ്മൾ പ്രകാശിപ്പിക്കണം. അത് ആരെയാണ് ബഹുമാനിക്കുന്നത്? ആ വൈദികനെ ബഹുമാനിക്കുന്നതിനേക്കാൾ നാം ആ വൈദികനെ വിളിച്ച ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കുന്നു, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കുന്നു. എൻ്റെയും നിങ്ങളുടെ വീട്ടിലേക്ക്, ഞാനും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വൈദികൻ വരുമ്പോൾ, ഒരു സമർപ്പിതൻ, ഒരു സിസ്റ്റർ വരുമ്പോൾ, ആ സിസ്റ്ററിനോടുള്ള ബഹുമാനം അനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും
അവർക്ക് വേണ്ട ആദരവും ബഹുമാനവും കൊടുക്കുകയും ചെയ്യുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുക, യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്, ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42 വാക്യം, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും കൊടുക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 41-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം തന്നാൽ ഞാൻ അവന് പ്രതിഫലം കൊടുക്കുമെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ വൈദികരോടും സിസ്റ്റർമാരോടും എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളും ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരു കാര്യം ഉറപ്പ് തരുന്നുണ്ട്, അവർക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. അവരെ ബഹുമാനിക്കുന്നവരോട്, അവരോട് പകതിരിയോടെ ഇടപെടുമ്പോൾ, അവരെ ആദരിക്കുമ്പോൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ യേശു ക്രിസ്തു പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നുവെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിലപ്പോൾ വീഴ്ചകളോ കുറ്റങ്ങളോ കുറവുകളോ ഉള്ളവരായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഞാൻ തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം, കുറ്റങ്ങളോടുകൂടെ കുറവുകളോട് കൂടെയാണ് യേശു തെരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. യേശു അംഗീകരിച്ചവരെ ഞാനും അംഗീകരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അതിന്റെ മഹിമ സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, രണ്ട് കരങ്ങളും തുറന്നു പിടിക്കാം. ആദിമ സഭയിൽ നിറഞ്ഞെന്ന പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ നേർവഴിയെ സഭയെയും സഭാമക്കളെയും നയിച്ച ആ ആത്മാവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരിലേക്ക്, സകല ജനതകളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ അപ്പോസ്തലന്മാരെ നയിച്ച ആത്മാവേ, സ്നേഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, ഹോളി സ്പിരിറ്റ്, സ്നേഹന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ, ജ്ഞാനവും ഗുണവും ശക്തി വിവേകവും അവിടും നേകണമേ, ജ്ഞാനവും ഗുണവും ശക്തി വിവേകവും അവിടും നേകണമേ. കരങ്ങൾ ഉയർത്തി ആത്മാവിനെ അയക്കണമേ എന്നകതാരിക ഒരുക്കി, ഹൃദയം നുറുങ്ങി, ആത്മാവിനെ അയക്കണമേ എന്നകതാരിക ഒരുക്കി, ഹോളി സ്പിരിറ്റ്, ആത്മാവിനെ അയക്കണമേ എന്നകതാരിക ഒരുക്കി, വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ, വൻകൃപകൾ ചൊരിയണമേ, അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുലിഖിതം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ. വാഴുന്ന ഞങ്ങൾ തൻ സ്നേഹപിതാവിനിന്നാരാധന, ആത്മാവിനുള്ളിൽ ആത്മീയ ശുശ്രൂഷയേകുന്ന നാഥനിന്നാരാധന. അൾത്താരയിൽ വാഴുന്ന ഞങ്ങൾ തൻ സ്നേഹപിതാവിനിന്നാരാധന, ആത്മാവിനുള്ളിൽ ആത്മീയ ശുശ്രൂഷയേകുന്ന നാഥനിന്നാരാധന.
സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുലിഖിതം. നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാലം അവിടുന്ന് തിരികെ നൽകും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കട്ടെ. മകനെ മകളെ, ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അത്യുന്നതമായൊരു പ്രാർത്ഥനയാണ് യേശുവേ യേശുവേ എന്ന് വിളിക്കുക എന്നുള്ളത്. യേശുവിൻ്റെ രക്ഷാനാമത്തെ എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ, ഉറക്കെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഇടപെടണമേ ഇടപെടണമേ. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ 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 വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യവും ജീവനും ആകുന്ന ദൈവം. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യം